Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ 4 ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ആബ്സല്യൂട്ട് മെഷറും റിലേറ്റീവ് മെഷേഴ്സും ഏതൊക്കെയായിരുന്നു? റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, ആസ് വെൽ ആസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇങ്ങനെ 4 വ്യത്യസ്ത രീതിയിലുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ കമ്പൈൻഡ് മീൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അതായത് ഒരു സാമ്പിളിനെ ഞാൻ എടുത്തു, ആ സാമ്പിളിനെ ഞാൻ 2 വ്യത്യസ്ത ഗ്രൂപ്പ്, രണ്ടിൽ കൂടുതലോ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഓരോ ഗ്രൂപ്പിൻ്റെയും നമ്പർ ഓഫ് ഐറ്റംസും മീനും എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ കമ്പൈൻഡ് ആയിട്ടുള്ള സാമ്പിളിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കമ്പൈൻഡ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുലയും അതിന് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിരുന്നു അല്ലേ. അതുപോലെ തന്നെ അതേപോലെ ഒരു സാമ്പിൾ സ്പേസിനെ ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്രൂപ്പുകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഒരു വലിയ സാമ്പിൾ ഉണ്ടെങ്കിൽ ആ വലിയ സാമ്പിളിനെ 2 കൂടുതൽ ഗ്രൂപ്പ്സായിട്ട് ഞാൻ രണ്ടിൽ കൂടുതലോ ഗ്രൂപ്പ്സായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഗ്രൂപ്പിൻ്റെയും നമ്പർ ഓഫ് ഐറ്റംസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ആ ഹോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So, combined standard deviation. If there are 2 groups, 1 and 2, the combined standard deviation sigma 1, 2 is equal to standard deviation എപ്പോഴും ഒരു റൂട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. It is root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പിനെ n1 എന്നും നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പിനെ n2 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 എന്നും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 എന്നുമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സിഗ്മ 1, 2 the standard deviation or the combined standard deviation of the 2 groups is equal to root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2 എന്ന് നമുക്ക് എഴുതാം. ഇതിൽ d1 എന്ന് പറയുന്നത് is equal to x1 bar minus x12 bar. x12 bar means the combined mean of the first and second sample, whereas d2 is equal to x2 bar minus x12 bar. So x12 bar ആണ് കണ്ടുപിടിക്കുന്നത്. this n1 x1 bar plus n2 x2 bar by n1 plus n2 അത് നമ്മളുടെ അത് നമ്മുടെ കമ്പൈൻഡ് മീൻ. സോ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കാൽക്കുലേഷൻ നമുക്ക് എന്തൊക്കെ വേണം? ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ഐറ്റംസ് വേണം, സെക്കൻഡ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ഐറ്റംസ് 2 ഗ്രൂപ്പേ ഉള്ളെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് ഐറ്റംസ് വേണം. പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണം, സിഗ്മ 1 സിഗ്മ 2. അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ മീനും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ മീനും വേണം. അവയുടെ കമ്പൈൻഡ് മീനും നമുക്ക് ആവശ്യമുണ്ട്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ 2 ഗ്രൂപ്പ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 2 ഗ്രൂപ്പുകളെ മാത്രമാണ് ഞാൻ കമ്പൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് സിഗ്മ 1, 2 വരെ വെച്ച് നിർത്തിയത്. ഇനി 3 ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടേം കൂടെ എക്സ്ട്രാ വരും. എന്താ? n3 സിഗ്മ 3 സ്ക്വയർ വരും, n3 d3 സ്ക്വയർ വരും, താഴെ എന്തും കൂടെ വരും പ്ലസ് ഒരു n3യും കൂടെ വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1, 2, 3 കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പ്രോബ്ലമായിട്ട് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം: samples of size 60 and 40 have means 100 and 150 with standard deviation 70 and 80 respectively.
calculate standard deviation of the combined group. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വലിയ സാമ്പിളിനെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സൈസ് എത്ര? 60, വേറെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സൈസ് 40. സൈസ് മീൻസ് നമ്പർ ഓഫ് ഐറ്റംസ്. സോ നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് ക്വസ്റ്റിനെ സംബന്ധിച്ച് സൈസ് ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ നമ്പർ ഓഫ് ഐറ്റംസ് ഓഫ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് n1 is equal to 60 and n2 is equal to 40. എന്താ പറഞ്ഞേക്കുന്നത്? They have means, അവരുടെ ഓരോരുത്തരുടെ mean value, that is x1 bar is equal to 100 and x2 bar is equal to 150. Also their standard deviations, that is sigma 1 is equal to 70 whereas sigma 2 is equal to 80 respectively. We have to calculate the standard deviation of the combined group, that is we have to calculate in the sigma 1 2. Sigma 1 2 is equal to root of the formula. It is n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2. അല്ലേ? ഇതിൽ n1ൻ്റെ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്, n2ൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, സിഗ്മ 1 ഉണ്ട്, സിഗ്മ 2 ഉണ്ട്. എന്താ ഇല്ലാത്തത്? d1ഉം d2ഉം ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ d1 is equal to എന്താ ഫോർമുല? x1 bar മൈനസ് x12 bar. whereas d2 എന്താണ്? d2 is equal to, സോ x1 ബാറും x2 ബാറും നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് വേണം? x12 ബാർ വേണം അല്ലേ? സോ x12 ബാർ is equal to n1 x1 bar plus n2 x2 bar the whole divided by n1 plus n2, which is equal to, what is n1? 60 into 100 plus 40 into 150 by 60 plus 40. നമ്മൾ വാല്യൂ നേരിട്ട് അങ്ങ് കാൽക്കുലേറ്ററിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ 60 into 100 plus 40 into 150 the whole divided by 60 plus 40. Therefore x12 bar is equal to 120 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ d1 എന്താണ്? d1 is equal to 100 minus 120, that is minus 20, whereas d2 is equal to 150 minus 120, which is equal to 30. നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ 12 is equal to root of n1 എത്ര? 60 into sigma 1 square, that is 70 square plus 40 into sigma 2 square, that is 80 square plus 60 into d1 square, that is minus 20 square plus 40 into d2 square, that is 30 square the whole divided by 60 plus 40, which is equal to, നേരിട്ട് അതങ്ങ് കാൽക്കുലേറ്റർ അനലൈസ് ചെയ്യാം. സോ root of 60 into 70 square plus 40 into 80 square plus 60 into minus 20 square plus 40 into 30 square the whole divided by 60 plus 40, and the answer is 78.102. So നമ്മളുടെ ഒരു വലിയ ഗ്രൂപ്പിനെ രണ്ട് വ്യത്യസ്ത അല്ലെങ്കിൽ വലിയ സാമ്പിളിനെ രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചു. ആ ഓരോ ഗ്രൂപ്പിൻ്റെയും സൈസ് 60യും 40യുമാണ്. അവയുടെ മീൻ 100ഉം 150യുമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് 17, 80യും ആണെങ്കിൽ ആ
ഹോൾ സാമ്പിളിൻ്റെ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എത്രയെന്ന് കിട്ടി? 78.102 എന്ന് കിട്ടി. ബൈ യൂസിങ് ദ ഫോർമുല sigma 12 is equal to root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The particulars regarding two towns are given below. രണ്ട് ടൗണുകളെ പറ്റിയുള്ള പെർട്ടിക്കുലേഴ്സ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് താഴെ തന്നിരിക്കുന്നത്. എ ആൻഡ് ബി, അങ്ങനെ രണ്ട് ടൗണുകളുടെ പേര് കൊടുത്തിരിക്കുന്നത് ടൗൺ എ ആൻഡ് ടൗൺ ബി. നമ്പർ ഓഫ് പീപ്പിൾ ഫോർ എ ഇറ്റ് ഈസ് 600, ബി ഇറ്റ് ഈസ് 500. ആവറേജ് ഇൻകം ഫോർ എ ഇറ്റ് ഈസ് 175, ബി ഇറ്റ് ഈസ് 186. And the variance for A it is 100 and B it is 81. The first question, in which town is the variation in income greater? Variation അഥവാ വേരിയബിലിറ്റി ഏത് ടൗണിലാണ് കൂടുതലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേരിയബിലിറ്റി നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ്റെ ബേസിസിലാണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, രണ്ട് ടൗണുകളുടെയും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? രണ്ട് ടൗണുകൾ എയും ബിയും. ഫസ്റ്റ് ടൗണിലെ നമ്പർ ഓഫ് പീപ്പിൾ, ഫസ്റ്റ് ടൗൺ ഞാൻ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ therefore n1 is equal to എത്രയാണെന്ന് എഴുതാം? 600 എന്ന് എഴുതാം. സിമിലർലി n2 is equal to 500. And average income, average means mean value, therefore x1 bar is equal to 175 and x2 bar is equal to 186. Similarly, variance, standard deviation sigma ആണെങ്കിൽ variance എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. Therefore, sigma 1 സ്ക്വയർ ആണ് എത്ര? 100 and sigma 2 സ്ക്വയർ ആണ് എത്ര? 81. അപ്പോൾ സിഗ്മ 1ൻ്റെ സ്ക്വയർ ആണ് 100. അങ്ങനെയെങ്കിൽ സിഗ്മ 1 എങ്ങനെ കണ്ടുപിടിക്കുക? ഈസ് റൂട്ട് ഓഫ് 100 which is equal to 10. Similarly, sigma 2 square ആണ് 81. Therefore, sigma 2 is root 81 which is equal to 9. So, n1, n2, x1 bar, x2 bar, sigma 1 and sigma 2 ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്താ വേണ്ടത്? ഇൻ വിച്ച് ടൗൺ വേരിയേഷൻ ഇൻ ഇൻകം ഗ്രേറ്റർ, വേരിയബിലിറ്റി എവിടെയാണ് കൂടുതൽ എന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വേരിയബിലിറ്റി കൂടുതൽ നമുക്ക് വേരിയബിലിറ്റിയുടെ കമ്പാരിസൺ നമുക്ക് നടത്തണമെന്ന് നമുക്ക് ആദ്യം എന്ത് വേണം? കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ വേണം. Therefore, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടൗൺ എ is equal to, എന്താണ് സിവിയുടെ ഫോർമുല? ഇറ്റ് ഈസ് SD by mean. മീൻ നമുക്ക് എക്സ് ബാർ നേടാം. എക്സ് ബാർ ഇൻറ്റു 100 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടൗൺ എ, ഫസ്റ്റ് ടൗണിനെ പറ്റിയാണ്. Therefore, സിഗ്മ 1 by x1 bar into 100 that is equal to sigma 1 എത്രയാണ്? 10 by x1 bar is 175 into 100 that is 10 by 175 into 100. It is 5.714. What about coefficient of variation of town B? It is sigma 2 by x2 bar into 100 which is equal to, here sigma 2 is 9 by 186 into 100. Therefore, 9 by 186 into 100 which is equal to 839. That is 4.839%.
സോ എന്താ നമുക്കിവിടെ കമ്പയർ ചെയ്യേണ്ടത്? വേരിയേഷൻ ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടുത്തെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനായ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി ആണ്. സോ നമുക്ക് എന്താ പറയാം, വേരിയബിലിറ്റി കൂടുന്നിടത്ത് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടുതലുള്ളിടത്തായിരിക്കും എന്തുണ്ടാവുന്നത്? കൂടുതൽ വേരിയേഷൻ ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? ഇൻ വിച്ച് ടൗൺ ഈസ് ദ വേരിയേഷൻ ഇൻ ഇൻകം ഗ്രേറ്റർ? ഏത് ടൗണിലാണ് വേരിയേഷൻ ഇൻകം കൂടുതൽ അഥവാ വേരിയബിലിറ്റി കൂടുതലുള്ളത്? വേരിയബിലിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വേരിയബിലിറ്റി കൂടുതലുള്ള സ്ഥലം എവിടെ ആയിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കൂടുതലുള്ളിടത്തായിരിക്കും. സോ CV of town A 5.714 CV of town B 4.839 ആണ്. Therefore greater coefficient of variation town A യിലാണ്. So we can say that town A has the variation income greater നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Town A has variation in income greater. What about the second question? In which town mobilizes larger amount as income? ഏത് ടൗണിലാണ് കൂടുതൽ ഇൻകം ഉള്ളത്? നമുക്ക് ആവറേജ് ഇൻകം മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ? ആ ഇൻകത്തിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് അറിയാം. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻകത്തിൻ്റെ സം ഓഫ് ഇൻകം കൂടുതലുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചത്. അത് ഉദ്ദേശിക്കുന്നത് ലാർജർ എമൗണ്ട് ആസ് ഇൻകം. ലാർജർ എമൗണ്ട് മീൻസ് സം ഓഫ് ഇൻകം. സം ഓഫ് ഇൻകം എവിടെയാണ് കൂടുതലുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് ഞാൻ റബ്ബ് ചെയ്യാണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? സം ഓഫ് ഇൻകം കൂടുതലുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ള എന്തൊക്കെയാണ്? X1 ബാറും X2 ബാറും രണ്ട് ടൗണുകളുടെയും ആവറേജ് ഇൻകത്തിനെ പറ്റി നമുക്കൊരു ഐഡിയ തന്നിട്ടുണ്ട് അല്ലേ? Therefore X1 ബാറിനെ സംബന്ധിച്ച് X1 ബാർ ഈസ് ദ ആവറേജ് ഇൻകം ഓഫ് ദ ഫസ്റ്റ് ടൗൺ. X1 ബാറിന്റെ ഫോർമുല എന്താ? ഇറ്റ് ഈസ് സം ഓഫ് ഇൻകം ഓഫ് ദ ഫസ്റ്റ് ടൗൺ ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ഇൻ ദ ഫസ്റ്റ് ടൗൺ അല്ലേ? അപ്പോൾ X1 ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ X1 ബൈ N1 ആണ്. N1 എന്നാണ് എൻ്റെ ഫോർമുല. സിമിലർലി X2 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ X2 ബൈ N2 അല്ലേ? ഇവിടെ നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ട എന്താണ്? വിച്ച് ടൗൺ മൊബിലൈസസ് ലാർജർ എമൗണ്ട് ആസ് ഇൻകം? ഏത് ടൗണിലാണ് ലാർജർ എമൗണ്ട് ഇൻകം ആയിട്ട് കിട്ടുന്നത്? അപ്പോൾ സം ഓഫ് ഇൻകം ഏത് ടൗണിലാണ് കൂടുതലെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ കയ്യിൽ ആവറേജ് amount of income ഉണ്ട്. We have to compare in which town the sum of income is greater. So നമുക്ക് ഈ ഇക്വേഷനകത്ത് സിഗ്മ X1ഉം സിഗ്മ X2ഉം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അവ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സിഗ്മ X1 എങ്ങനെ കണ്ടുപിടിക്കാം? സിഗ്മ X1 is equal to X1 bar into N1. Whereas here sigma X2 is equal to X2 bar into N2 അല്ലേ? അറിയാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ X1 is X1 bar is 175 into 600 which is equal to 175 into 600 is equal to 1,50,000. 1,05,000 rupees, whereas sigma X2 is 186 into 500. That is 186 into 500 is equal to 93,000. So sigma X1 ടൗൺ എയുടെ സം ഓഫ് ഇൻകം എത്രയാണ്? 1,05,000. അതുപോലെ തന്നെ സിഗ്മ X2 ടൗൺ ബിയുടെ സം ഓഫ് ഇൻകം എത്ര? 93,000 ആണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ടൗണിലാണ് എന്തുള്ളത്? ലാർജർ എമൗണ്ട് ആസ് ഇൻകം കിട്ടുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ടൗൺ എ ഹാസ് ലാർജർ എമൗണ്ട് ആസ് ഇൻകം.
അത്രയാണ് എന്ത് ബി പാർട്ട് എന്ന് പറയുന്നത്. ബട്ട് അബൌട്ട് ദ തേർഡ് പാർട്ട്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവറേജ് ഇൻകം ആക്ച്വലി ടൗൺ എയ്ക്ക് കുറവാണ്, വേറാസ് സം ഓഫ് ഇൻകം ടൗൺ എയ്ക്ക് കൂടുതലാണ്. കാരണം എന്താ, നമ്പർ ഓഫ് പീപ്പിൾ കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. So what about third question? What is the combined standard deviation of two towns put together? നമുക്ക് എന്ത് വേണം, combined standard deviation, that is sigma 1 2 കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് സിഗ്മ 1 2ൻ്റെ ഫോമുല എന്ന് എഴുതാം. സിഗ്മ 1 2 is equal to root of n1 sigma 1 square plus n2 sigma 2 square plus n1 d1 square plus n2 d2 square the whole divided by n1 plus n2. Here n1 നമ്മളുടെ ഉണ്ട്, സിഗ്മ 1 ഉണ്ട്, n2 ഉണ്ട്, സിഗ്മ 2 ഉണ്ട്, d1 ഉം d2 ഇല്ല അല്ലേ. സോ ഓരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. d1 is equal to x1 bar minus x12 bar, whereas d2 is equal to x2 bar minus x12 bar. Here x12 bar കണ്ടുപിടിക്കണം, that is n1 x1 bar plus n2 x2 bar by n1 plus n2, which is equal to 600 into 175 plus 500 into 186 by 600 plus 500. Therefore 600 into 175 plus 500 into 186 divided by 600 plus 500, which is equal to 180. So d1 is equal to 175 minus 180, which is equal to minus 5, whereas d2 is equal to 186 minus 180, which is equal to 6. So നമുക്ക് സിഗ്മ 1 2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിഗ്മ 1 2 is equal to root of 600 into sigma 1 square, that is നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്, that is 100 plus 500 into 81 plus 600 into d1 square minus 5 square is 25 plus 500 into d2 square is 36, the whole divided by 600 plus 500. So അവിടെ നേരിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 600 into 100 plus 500 into 81 plus 600 into 25 plus 500 into 36, the whole divided by 600 plus 500, and the answer is 11.016. So combine the standard deviation of the two towns, town A and town B, is equal to നമുക്ക് 11.016 എന്ന് കിട്ടും. So that's all for the second question. We can move on to the third one. The first of the two samples has 100 items with mean 15 and SD 3. If the whole group has 250 items with a mean 15.6 and SD is equal to root of 13.44, find the SD of the second sample. Next part ആണ് റബ്ബ് ചെയ്യാണ്. ഇത് നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സാമ്പിളിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, ദ ഫസ്റ്റ് ഓഫ് ദ 2 സാമ്പിൾസ്, ഫസ്റ്റ് ഗ്രൂപ്പിലെ ആ സാമ്പിൾ അല്ലെങ്കിൽ ആ 2 ഗ്രൂപ്പുകളിൽ ഫസ്റ്റ് 2 സാമ്പിൾസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ സാമ്പിൾ, ഫസ്റ്റ് ഓഫ് ദ 2 സാമ്പിൾസ്, തന്നിട്ടുള്ള 2 സാമ്പിളുകളിൽ ഒന്നാമത്തെ സാമ്പിളിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? 100.
Therefore, n1 is equal to 100 and its mean is 15. That is x1 bar is equal to 15 and standard deviation sigma 1 is 3. If the whole group has ആ രണ്ട് സാമ്പിളിനെയും കൂടെ ഒരുമിച്ചെടുക്കുന്ന ആ വലിയ ഗ്രൂപ്പിന് whole group has 250 items, that is രണ്ടാമത്തെ സാമ്പിളിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് n2ഉം n2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n1ഉം n2ഉം കൂടെ ആഡ് ചെയ്യുന്ന ഹോൾ ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രയാണ്? 250. ഇറ്റ് ഹാസ് മീൻ 15.6. അതായത് ആ രണ്ട് ഗ്രൂപ്പിൻ്റെയും മീൻ, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ മീൻ x2 ബാർ ആണെങ്കിൽ ഈ രണ്ട് മീനുകളും കൂടെ ചേർത്തുള്ള കമ്പൈൻഡ് മീൻ ദാറ്റ് ഈസ് x12 ബാർ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇഫ് ദ ഹോൾ ഗ്രൂപ്പ് ഹാസ്, ആ വലിയ ഗ്രൂപ്പിന് 250 ഐറ്റംസ് ഉണ്ട് ആൻഡ് ഇറ്റ് ഹാസ് മീൻ, ദ കമ്പൈൻഡ് മീൻ ഈസ് 15.6 and their standard deviation, a വലിയ ഗ്രൂപ്പിന്, that is combined ഗ്രൂപ്പിൻ്റെ standard deviation, that is combined standard deviation, that is sigma 12 is root of 13.44. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 ആണെങ്കിൽ സിഗ്മ 1ഉം സിഗ്മ 2ഉം കൂടെ ചേർത്താലുള്ള കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 12 ഈസ് 13.44. Find the SD of the second sample. We have to find sigma 2. Actually, question ആയിട്ട് നമുക്ക് സിഗ്മ 2 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ പോലും നമുക്കവിടെ എന്തൊക്കെ വേണം? നമുക്ക് n2ൻ്റെ വാല്യൂ വേണം, സിഗ്മ 2ൻ്റെ വാല്യൂ വേണം. എന്നാൽ മാത്രമേ നമുക്ക് x2 ബാറിൻ്റെ വാല്യൂ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? സിഗ്മ 2ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് വേണ്ടത് എന്താണ്? സിഗ്മ 2 അല്ലേ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് സിഗ്മ 2ൻ്റെ ഫോർമുലയ്ക്കകത്ത് n2ൻ്റെ ആവശ്യമുണ്ടല്ലോ. സോ നമുക്ക് ആദ്യം n2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? n1 is equal to 100 എന്നുണ്ട് അല്ലേ. അതുപോലെ n1 plus n2 is equal to 250 എന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ n1ൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര? 100. ദാറ്റ് ഈസ് 100 plus n2 is equal to 250. അങ്ങനെയെങ്കിൽ n2 എത്രയാണെന്ന് എഴുതാം? n2 is equal to 250 minus 100 which is equal to 150. സോ n2ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 150 എന്ന് കിട്ടും. സോ നമുക്ക് n2 സിഗ്മ 2ൻ്റെ ഫോർമുലയ്ക്ക് സിഗ്മ 12ൻ്റെ ഫോർമുലയ്ക്കകത്തുള്ള n2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x2 ബാർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. x2 ബാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ എന്തുണ്ട്? x1 ബാർ ഉണ്ട്, ഇറ്റ് ഈസ് 15. എന്തുകൊണ്ട്? x12 ബാർ ഉണ്ട്, ദാറ്റ് ഈസ് 15.6. എന്താ x12 ബാറിൻ്റെ ഫോർമുല? ഇറ്റ് ഈസ് ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2 അല്ലേ. therefore 15.6 is equal to 100 into 15 plus 150 into x2 bar അറിയില്ല. therefore x2 bar by n1 plus n2 is 250 ആണല്ലോ. ഇതിൽ നമുക്ക് എന്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരണം? x2 ബാറിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരണം. therefore നമുക്ക് 250 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. that is 15.6 into 250 is equal to 100 into 15 ചെയ്യുമ്പോൾ 1500 plus 150 into x2 ബാർ എന്ന് കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ 15.6 into 250 is 3900. therefore 3900 is equal to 1500 plus 150 x2 bar. ഇതിനകത്ത് നമുക്ക് 1500 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. therefore 3900 minus 1500 is equal to 150 x2 bar. therefore 3900 minus 1500 it is 2400. ഇങ്ങോട്ട് എഴുതുകയാണ്. 2400 is equal to 150
x2 bar. നമുക്ക് എന്താ വേണ്ടത്? x2 ബാറിലാണ് വേണ്ടത്. therefore x2 bar is equal to ഈ 150 ഞാൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. therefore എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. therefore 2400 by 150 which is equal to 2400 divided by 150 is equal to 16. So നമുക്ക് x2 bar എത്രയാണെന്ന് കിട്ടി? 16 ആണെന്ന് കിട്ടി. സോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സിഗ്മ 2ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സിഗ്മ 2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ സിഗ്മ 1 2 ഉണ്ട്. therefore സിഗ്മ 1 2ന്റെ ഫോർമുല നമ്മൾ എഴുതുകയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ബൈ n1 പ്ലസ് n2. അപ്പോൾ നമുക്ക് d1ന്റെ d2ന്റെ വാല്യൂ കൊണ്ടുവന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം നേരിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് therefore d1 is equal to x1 bar minus x12 bar, that is 15 minus 15.6, that is minus 0.6, whereas d2 is equal to 0.4 എന്ന് നമുക്ക് കിട്ടും. സോ d1ന്റെ d2ന്റെ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഉള്ളത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. therefore root of 13.44 is equal to root of 100 into sigma 1ന്റെ സ്ക്വയർ, that is 9 plus 150 into sigma 2 വാല്യൂ നമുക്കറിയാം. sigma 2 സ്ക്വയറിന് അതേപടി ഇടുന്നു പ്ലസ് 100 into d1ന്റെ സ്ക്വയർ മൈനസ് 0.6ന്റെ സ്ക്വയർ, that is 0.36 into 150 into 0.4 square, that is 0.16. The whole divided by n1 plus n2 is 250. So root രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള രണ്ട് സൈഡിലെ റൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? 13.44 is equal to 100 into 9 is 900 plus 150 into sigma 2 square plus 100 into 0.36 is 36 plus 150 into 0.16 which is equal to 24 by 250. എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? സിഗ്മ 2 സ്ക്വയർ അല്ലേ വേണ്ടത്? സിഗ്മ 2 ആണ് നമുക്ക് വേണ്ടത് അല്ലേ? സോ നമുക്ക് ആദ്യം 250 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. therefore 13.44 into 250 ഈക്വൽ ടു ഇവിടെ ഞാൻ 900 പ്ലസ് 36 പ്ലസ് 24 ചെയ്യുമ്പോൾ 900 പ്ലസ് 36 പ്ലസ് 24 is 960 പ്ലസ് 150 into സിഗ്മ 2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 13.44 into 250 is 3360 is equal to 960 plus 150 into sigma 2 square എന്ന് കിട്ടും. സോ ഈ 960 ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ 3360 minus 960 is 2400 is equal to 150 sigma 2 square. അല്ലേ? 2400 ആണ് 150 sigma 2 square. Therefore sigma 2 square is equal to 2400 by 150 which is equal to 16. sigma 2 square ആണ് 16. നമുക്ക് എന്താ വേണ്ടത്? sigma 2 അല്ലേ വേണ്ടത്? therefore sigma 2 is equal to root of 16 which is equal to 4. സോ നമുക്ക് sigma 2 അഥവാ നമ്മളുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ അവർ ഡയറക്റ്റ്ലി അവർ ചോദിച്ചിട്ടുള്ളത് എന്ത് മാത്രമാണ്? sigma 2ൻ്റെ വാല്യൂ മാത്രമാണ്.
പക്ഷേ ആ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? n2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ x2 ബാറിൻ്റെ വാല്യൂ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് അവസാനം എന്ത് നമ്മൾ കണ്ടുപിടിച്ചു? സിഗ്മ 2ൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇന്ന് നമ്മൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്തത്. കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോമുല നമ്മൾ പഠിച്ചു. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കമ്പൈൻഡ് മീനിൻ്റെ ഫോമിലൊരു ബ്രഷിംഗ് അപ്പ് ആയിരുന്നു ഈ സെക്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 3 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇന്ന് പഠിപ്പിച്ച ഈ കാര്യങ്ങൾ 3 തവണ എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.